നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മലബാർ മിങ്കിൾ. ഞാൻ ഹനാൻ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. എനിക്കറിയാം വലിയ വിന്ററും കാര്യമൊന്നും അല്ലാന്ന്, പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഐ ആം കോൾഡ് അല്ലെങ്കിൽ വിന്റർ മേക്കപ്പ് ലുക്ക് അത്യാവശ്യം എല്ലായിടത്തും ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ട് നിൽക്കുക. ആൻഡ് ഐ സി എ ലോട്ട് ഓഫ് മൈ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഡു സച്ച് വീഡിയോസ്. ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഗിവ് ഇറ്റ് എ ഷോട്ട്. സോ യെസ്, ദിസ് ഇസ് മൈ ടേക്ക് ഓൺ ദ വിന്റർ മേക്കപ്പ് ലുക്ക് അഥവാ ഐ ആം കോൾഡ് മേക്കപ്പ് ലുക്ക് ട്രെൻഡ്. സോ യെസ്, വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. വെരി സിമ്പിൾ ആൻഡ് സട്ടിൽ ആയിട്ടാണ് ഈ ഒരു ലുക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. യു ഗൈസ് നോ മീ, എനിക്ക് ഇതുപോലുള്ള ലുക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സംതിങ് ദാറ്റ്സ് മിനിമൽ, സംതിങ് ദാറ്റ്സ് സട്ടിൽ, ദാറ്റ്സ് മൈ വൈബ്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ലുക്സ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ കീപ് വാച്ചിങ് ദ വീഡിയോ. ഐ എം ഷുവർ യു വിൽ ഹാവ് ഫൺ. ഓക്കെ, സോ എൻ്റെ സ്കിൻ പ്രെപ്പ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഡയറക്റ്റ് മേക്കപ്പിൻ്റെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്കിൻ പ്രെപ്പ് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. Now, if you know, I have very dry skin. അതുകൊണ്ട് എൻ്റെ വിൻ്റർ ടൈമൊക്കെ ആകുമ്പോൾ എൻ്റെ സ്കിൻ ചെറുതായിട്ട് എന്താ പറയുക ഫ്ലേക്കി ഡ്രൈ ഒക്കെ ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ 2 ലെയർ ഓഫ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അതിൻ്റെ മേലെ നല്ലൊരു മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫോർ മേക്കപ്പ് ബേസ് എന്ന് പറയുമ്പം എനിക്ക് ഐ ഡോണ്ട് നോ ഇഫ് യു കെൻ സീ, ഐ ഡു ഹാവ്, ഐ എം ഷുവർ യു കെൻ സീ, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെമിഷസ് ഉണ്ട് ഇപ്പം, താങ്ക്സ് ടു ചോക്ലേറ്റ്സ്. സോ യാ, ഇത് കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ, നല്ല രീതിയിൽ കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ഹൈ കവറേജ് ഫൗണ്ടേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ ആം ഗോണ ഗോ ഇൻ വിത്ത് ദിസ് വൺ ഫ്രം മാർസ് കോസ്മെറ്റിക്സ്. ഇത് അവരുടെ സീറോ ബ്ലെൻഡ് വെയ്റ്റ്ലെസ് ഫൗണ്ടേഷൻ ആണ്. ആൻഡ് ഐ ആം ഇൻ ദ ഷെയ്ഡ് 04. Now, ഇതൊരു മീഡിയം ടു ഫുൾ കവറേജ് വരെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് സൂപ്പർ ലൈറ്റ് വെയ്റ്റ്. ലൈക്ക് നമ്മളിത് സ്കിന്നിൽ ഇട്ട നമ്മൾ എന്താ പറയുക, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫുൾ കവറേജ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ഫീൽ ഒട്ടും നമുക്ക് കിട്ടൂല. ഇറ്റ്സ് വെരി വെരി ലൈറ്റ് ഓൺ ദ സ്കിൻ ആൻഡ് ഇറ്റ് ഫീൽസ് സോ ഗുഡ്. ഒട്ടും അൺകംഫർട്ടബിൾ അല്ല, കേക്കി ഫീലിങ്ങോ ഒന്നും ഉണ്ടാവില്ല. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഫൗണ്ടേഷൻ, എ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ, go for this one. It's super lightweight and I think the shade options are also pretty good. Like this shade is like a perfect match to my undertone. I mean, just look at that finish. Now for concealer, ഞാൻ ഈ ടിപ്സി ബ്യൂട്ടിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് 03 Pinacolada. Now this shade എന്ന് പറയുന്നത് എൻ്റെ ഡ്രസ്സിലാക്കി, ഇറ്റ്സ് ഓക്കെ. സോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ ടോണിനെക്കാളും ഒരു പൊടിക്ക് ലൈറ്റാണ്. ഐ ഡോണ്ട് നോ ഇഫ് യു കെൻ സേ ദാറ്റ്. മനസ്സിലാകുന്നല്ലേ? യാ, സോ ഞാൻ മനഃപൂർവ്വമാണ് ഈ ഒരു ഷെയ്ഡ് എടുത്തത്. വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ അണ്ടർ ഐ റീജിയനും പിന്നെ എനിക്ക് എവിടേക്കാണ് എൻ്റെ ഫേസിൽ ഹൈലൈറ്റ് ചെയ്യണം തോന്നുന്നത് അവിടെ മാത്രമാണ് ഞാൻ ഇനി ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്യാൻ പോകുന്നുള്ളൂ. Now I'm gonna let this sit on my skin for a few seconds. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു കവറേജും കാര്യമൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 minutes വെയിറ്റ് ചെയ്യാം കേട്ടോ, ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനത് ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈ സ്കിന്നാണ്, എൻ്റെ സ്കിൻ പെട്ടെന്ന് പ്രൊഡക്ട്സ് അബ്സോർവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഒരു 2 minute 3 minute ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ എനിക്ക് ആ ഒരു പാച്ചിനെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് വെക്കും ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് ബ്ലെൻഡിങ് ഇറ്റ്. ഈ ദിസ് വേ എനിക്ക് അത്യാവശ്യം എനിക്ക് വേണ്ട കവറേജും കിട്ടും. അറ്റ് ദ സെയിം ടൈം ദ പ്രോഡക്റ്റ് ബ്ലെൻഡ്സ് ഇൻ ടു ദ സ്കിൻ really well. Now ഇതൊരു ഫുൾ കവറേജ് തരുന്ന കൺസീലർ ആണ് ആൻഡ് ഓ മൈ ഗോഡ്, ഇറ്റ് ബ്ലെൻഡ്സ് ഇൻ സോ വെൽ ആൻഡ് നല്ലൊരു സീംലെസ് ഫിനിഷ് ഇത് തരും. ഈവൻ ദോ എനിക്കൊരു ഷെയ്ഡ് ലൈറ്റർ ആണെങ്കിൽ പോലും ഒട്ടും എൻ്റെ സ്കിന്നിൽ ഇതൊരു ബോറായിട്ട് കാണൂല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സത്യം പറഞ്ഞ ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റിംഗ് പൗഡറോ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡറോ വെച്ച് നിങ്ങളുടെ ഫേസ് സെറ്റ് ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല ബിക്കോസ് എൻ്റെ സ്കിൻ ഓൾറെഡി ചെറുതായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ പൗഡർ വല്ലതും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് അ ലിറ്റിൽ ഒരു പാച്ചി എഫക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഫീലിംഗ് ഇഷ്ടമല്ല പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലല്ല, ബിക്കോസ് മൈ സ്കിൻ ഇസ് നോട്ട് ഓയിലി. ഇനി എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി എൻ്റെ ടീ സോൺ മാത്രമേ സെറ്റ് ചെയ്യാറ്. പക്ഷേ ഇന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ബിക്കോസ് ടുഡേ വി ഗോണ ട്രൈ സംതിങ് ലൈക്ക് ഒരു ഡ്യൂയി ഫിനിഷ് ഉള്ളൊരു ലുക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പം ഇവിടെ നിന്ന് വല്ല കാശ്മീരിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു പിങ്കിഷ് എഫക്റ്റ് ഉണ്ടല്ലോ നമ്മളെ ഫേസിൽ, ആ ഒരു എഫക്റ്റ് നിന്ന് കൊണ്ടുവരാൻ നോക്കുന്നത്. എനിക്കറിയാം ബേസ് അത്യാവശ്യം ഹെവി ആണെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് കവറേജ് ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടും ഇതേ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എൻ്റെ സ്കിന്നിൽ ഇന്ന് ബ്ലെമിഷസും കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഫുൾ കവറേജ് ലുക്കിലേക്ക് പോയത്. അല്ലെങ്കിൽ ഇഫ് യു നോ മീ, ഐ ആം സംവൺ ഹു ലവ്സ് മിനിമൽ ലുക്ക്, മിനിമൽ കവറേജ് തരുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ബട്ട് നോട്ട് ടുഡേ. സോ യാ, നൗ ഐ ആം ഗോണ മൂവ് ഓൺ ടു മൈ ഐ ലുക്ക്. അതിനായിട്ട് ഞാൻ ഈ ഒരു കിറോൻ്റെ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് സാൻഡ് ഡ്യൂൺ 02. നൗ ഈ ഒരു പാലറ്റിൻ്റെ കളർ സ്റ്റോറി ഈസ് സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക്. ദേ ഹാവ് ലൈക്ക് നല്ല കുറച്ച് ഷിമ്മർ ഷെയ്ഡ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ദേ ഓൾസോ ഹാവ് പിങ്ക് ആൻഡ് ബ്രൗൺസ്. ലൈക്ക് ഒരു ന്യൂട്രൽ പാലറ്റ് ആണ്, നോട്ട് ഓവർ ദ ടോപ്പ്. ഒരുപാട് ബ്രൈറ്റ് പിങ്കും കാര്യമൊന്നും ഇല്ല. ആൻഡ് ഇത് വെച്ചിട്ടാണ് ഇന്ന് ഐ ലുക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഐ വാണ്ട് സംതിങ് ദാറ്റ് ഇസ് വെരി സട്ടിൽ, ഒരു ബ്രൗണിഷ് പിങ്ക് ലുക്ക് ഐ ലുക്ക്.
അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. എനിക്കറിയാം ഇറ്റ്സ് എ ഡീപ്പ് ബ്രൗൺ ഷെയ്ഡ്, പക്ഷെ കുഴപ്പമില്ല, അതെടുക്കുക ആൻഡ് ജസ്റ്റ് ഡസ്റ്റ് ഓഫ് ദി എക്സസ്. എന്നിട്ടിത് നമ്മുടെ ക്രീസില്ലേ, ക്രീസ് ലൈൻ വരുന്ന അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക ആൻഡ് ബ്ലെൻഡ് ഇറ്റ് ഇൻ റിയലി വെൽ. നല്ല ലൈറ്റ് ഹാൻഡ് വെച്ച് വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഇറ്റ് ഷുഡ് ലുക്ക് സീംലെസ്. റിപ്പീറ്റിംഗ് ദ സെയിം ഓൺ ദി അതർ ഐ ആസ് വെൽ. നെക്സ്റ്റ് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ഐലിഡ്സിൻ്റെ മേലെ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ബ്രൗണും ഇതും നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ട് ഇറ്റ് ഷുഡ് ലുക്ക് വെരി സീംലെസ്. അതാണ് നമ്മൾ ഉദ്ദേശം. പക്ഷേ ഒരു പൊടിക്ക് കൂടിപ്പോവോ കുറഞ്ഞോ ഒന്നും കുഴപ്പമില്ല, ബിക്കോസ് നമ്മൾ ഇതിൻ്റെ മേലെ ഷിമ്മർ ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ലൈറ്റ് ഹാൻഡ് വെച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. ടേക്ക് യുവർ ടൈം വൈൽ ബ്ലെൻഡിങ് ദീസ്. ഓക്കെ, അതാണ് ഒരു ഐ ഷാഡോ ലുക്ക് നന്നാവാനുള്ള ഏറ്റവും കീ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഐ ഫീൽ ലൈക്ക് ഐ ഷാഡോ ലുക്ക് നമുക്ക് ഏത് കളേഴ്സ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക്, ഇഫ് യു ഹാവ് എ ഗുഡ് കളർ സ്റ്റോറി ഇൻ മൈൻഡ്, ഈസി ആയിട്ട് ഏതൊരു ഐ ലുക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ദ ഓൺലി തിങ് that you should keep in mind is blending technique. That's all you need to know when you create a good eyeshadow look. Again, repeating the same on the other eye. ഇനി ഞാൻ ആ ഫസ്റ്റ് യൂസ് ചെയ്ത ഐഷാഡോ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഈ എൻഡ്സ് ഇല്ലേ അത് മാത്രം ഒന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്യാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർഷ് ആയിട്ടുള്ള ഒരു ലൈൻസും കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നല്ല രീതിയിൽ അതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഫൈനലി കുറച്ചൊരു ഷിമ്മർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഷിമ്മർ ഷെയ്ഡ് എൻ്റെ ഫിംഗർ ടിപ്സിൽ ഇതുപോലെ എടുക്കുക. കെൻ യു സീ ദിസ് ഇസ് ലൈക്ക് സോ പിഗ്മെൻറ്റഡ്. ഈ പാലറ്റിൻ്റെ പിഗ്മെൻറ്റ് ഇസ് റിയലി റിയലി ഗുഡ്. അപ്പോൾ ഇതെടുക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് സെൻറ്റർ ഏരിയ ഉണ്ടല്ലോ അവിടെ മാത്രം ഒന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, നോട്ട് ഗോയിങ് ഓവർബോർഡ്. അതുപോലെ തന്നെ ഈ കണ്ണെല്ലാം കൂടി അപ്ലൈ ചെയ്യാം. എനിക്കറിയില്ല കേട്ടോ ക്യാമറയിൽ ഇത് എത്രത്തോളം വിസിബിൾ ആണെന്ന്. ഞാനില്ലേ സൂം ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കാം. ഇസ് ഇറ്റ് വിസിബിൾ? കെൻ യു സീ ദ ഷിമ്മർ? കാണുന്നതല്ലേ? ഓക്കെ, ഐ ലൈക്ക് വെയർ ദിസ് ഇസ് ഗോയിങ്. ഇനി നമ്മൾ കണ്ണിൻ്റെ മേലെ ചെയ്ത ആ ഒരു സെയിം എഫക്റ്റ് നമ്മൾ താഴെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡും ഈ ഒരു ബ്രൗൺ, നമ്മൾ ഫസ്റ്റ് എടുത്ത 2 ഷെയ്ഡ്സും ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് താഴെ ഈ ഒരു ഡെൻസർ ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഇഫ് യു കെൻ സീ, ബട്ട് യാ, ഈ ഒരു കുറച്ചുകൂടി ഡെൻസർ ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഐലിഡ്സിൻ്റെ താഴെയും കൂടി അപ്ലൈ ചെയ്യാണ്. ഇവിടെ എന്തായാലും ശ്രദ്ധിക്കുക, നമ്മൾ ഒരുമാതിരി പ്ലേസ് ചെയ്ത പോലെ ആവരുത്. ഇറ്റ് ഷുഡ് ലുക്ക് റിയലി സീംലെസ്, എന്നാൽ മാത്രമേ കാണാൻ ഭംഗിയുണ്ടാവും. ഓക്കെ, സോ 2 മിനിറ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഈ കിറോൻ്റെ കാജൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റെ വാട്ടർ ലൈനിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കിയതാണ്. ദിസ് ഇസ് നോട്ട് ലുക്ക് എ ലിറ്റിൽ സ്കെയറി, പക്ഷേ ഇഫ് യു നോ മീ, യു ഗൈസ് നോ ഐ ലവ് വാട്ടർ ലൈനിങ്. എൻ്റെ ലാഷസ് അത്യാവശ്യം തിൻ ആയതുകൊണ്ട് അതിന് കുറച്ചൊരു ലൈഫ് ഉള്ളതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത് ചെയ്ത് ഞാൻ ഐസ് ഇങ്ങനെ ഓപ്പൺ ആവും. ഇറ്റ് ജസ്റ്റ് ലുക്സ് ലൈക്ക് എൻ്റെ ഐസിൻ്റെ ഒരു ലൈഫ് വെച്ച പോലെയാണ്. ഓക്കെ, എൻ്റെ ഐസ് ഒരു പൊടിക്ക് വാട്ടറായി. വാട്ടർ ലൈൻസ് ചെറുതായിട്ട് അത് കൊത്തിപ്പോയി. സോ അത് റെഡി ആകാൻ വേറെ സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ടൈമിലേക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ ഐബ്രോസും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ബ്രൗൺ വേരിയൻറ്റ്. You can see how much I've used it. Almost finished ചെയ്ത് ഷാർപ്പ് ചെയ്യുന്ന ടൈമായി. ബട്ട് ജസ്റ്റ് എൻ്റെ എൻഡ്സ് മാത്രം. ഇഫ് യു സീ എൻ്റെ ഐബ്രോസ് അപ്പം അത്ര ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഐ നീഡ് ടു ഗോ ഗെറ്റ് ഇറ്റ് ത്രെഡഡ്. ബട്ട് ഉള്ളത് വെച്ച് നമ്മളൊന്ന് സെറ്റാക്കാൻ പോവുകയാണ്. ജസ്റ്റ് എൻഡ്സ് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബോറായില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം എങ്ങാനും കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മൾ ഈ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഐ എം ജസ്റ്റ് ഗോണ ബ്രഷ് ഇറ്റ് ഇൻ. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ എങ്ങാനും കുറച്ച് എക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ റെഡിയാവും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് മൈ ഐബ്രോസ്. ഓക്കെ, ഫൈനലി ഐ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ലുക്സ് റിയലി ക്യൂട്ട് അല്ലേ? ഇത് ടിപ്സി ബ്യൂട്ടീൻ്റെ മസ്കാരയാണ് കേട്ടോ. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് കോൾഡ് ഡ്രിങ്ക് ആൻഡ് ബ്ലിങ്ക് മസ്കാര. ഇറ്റ്സ് എ കേർലിംഗ് മസ്കാര. എനിക്കിതിൻ്റെ വാണ്ട് ഭയങ്കര ഇഷ്ടമാണ്. സീ, ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ് ഇൻ പുഷിങ് യുവർ ഐ ലാഷസ് അപ്പ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷോ യു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് മൈ ഐസ്. അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് why I have been loving this so much lately. ഇതെനിക്കൊന്നും ഇപ്പം എൻ്റെ എവറി ഡേ മസ്കാരയാണിത്. ഇറ്റ്സ് എ ടബിങ് മസ്കാര ബൈ ദ വേ. സോ എന്താ പറയുക, വെള്ളം കൊണ്ട് റിമൂവ് ചെയ്യാതാലും ഈസി ആയിട്ട് കണ്ണെന്ന് പോകും. ഇറ്റ്സ് നോട്ട് വാട്ടർ പ്രൂഫ്. ഓക്കെ, ലെറ്റ് മീ
zoom it in, and can you see the difference between both my lashes? അതും ഇത് ജസ്റ്റ് വൺ കോട്ടാണ്, ലൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു കോട്ടിലുള്ള ഡിഫറൻസ് ആയത്. ഐ മീൻ wow, can you see that? That's why I've been loving it. Actually, you know what? എൻ്റെ ഐസ് ഒന്നും കൂടി ഒന്ന് പോപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കിറോൻ്റെ തന്നെ ഐ ഷാഡോ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദർ ഐ ഷാഡോ സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് നെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ there's no shade name. Yeah, it has a shade name. It's 03 Lunar Champagne. ഇത് എൻ്റെ ഇന്നർ കോർണേഴ്സിൽ മാത്രം ഇതുപോലെയാണ് കേട്ടോ. ലൈക്ക് നമുക്കിത് ട്വിസ്റ്റ് ചെയ്തിട്ട് ദിസ് ഇസ് ഹൗ ദ പ്രൊഡക്റ്റ് ലുക്സ് ലൈക്ക്. അപ്പം ഞാനിത് ജസ്റ്റ് എൻ്റെ ഇന്നർ കോർണേഴ്സിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. Now, ഇതെൻ്റെ ഇന്നർ കോർണർ ഹൈലൈറ്റ് പോലെ ആക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇത്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ഒരൊറ്റ ഇതിൽ കെൻ യു സീ മൈ ഇന്നർ കോർണർ ഹൈലൈറ്റ്? ഐ ലവ് യൂസിങ് ദിസ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫേസിലും ഹൈലൈറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ലൈക്ക് നോസിൻ്റെ ഏരിയ ഒക്കെ ഹൈലൈറ്റ് ആണെങ്കിൽ ദിസ് ഇസ് പെർഫെക്റ്റ്. ദിസ് ഇസ് ഓൾസോ ലൈക്ക് എൻ്റെ ഒരു എവറി ഡേ സ്റ്റേപ്പിൾ എന്ന് പറയില്ലെങ്കിലും എൻ്റെ മേക്കപ്പ് കിറ്റിൽ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നൊരു സാധനമായത്. ബിക്കോസ് എവറി ടൈം ഐ ഫീൽ ലൈക്ക് എനിക്ക് എവിടെയെങ്കിലും എൻ്റെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം തോന്നുമ്പം ദിസ് പ്രൊഡക്റ്റ് ജസ്റ്റ് വർക്ക്സ് ലൈക്ക് മാജിക്. നൗ ഫോർ ബ്ലഷ് ഞാൻ ഈ ഒരു പാക്ക് കോസ്മെറ്റിക്സിൻ്റെ സ്പോട്ട്ലൈറ്റ് ബ്ലഷാണ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് സാൽമൺ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീച്ചിഷ് പിങ്ക് സോർട്ട് ഓഫ് എ ഷെയ്ഡ്. ഞാൻ ഇതിൻ്റെ പ്ലേസ്മെൻറ്റിലാണ് ഇന്നത്തെ കാര്യം. ഓക്കെ, ഐ എം ഗോണ പ്ലേസ് ഇറ്റ് റൈറ്റ് ഹിയർ ആൻഡ് റൈറ്റ് ഹിയർ. ഓ, കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് ചെറുതായിട്ട് എൻ്റെ നോസിൻ്റെ താഴെ ഞാൻ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. യു സീ നമ്മളിത് വെച്ച് ബ്ലെൻഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നൗ ആസ് യു ക്യാൻ സീ ഞാനിത് എവിടെയാണോ പ്ലേസ് ചെയ്തത് അവിടെ വെച്ച് മാത്രമേ ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് എനിക്ക് ആ ഒരു നാച്ചുറലി കോൾഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നോസിൻ്റെ ഏരിയ ആണെങ്കിലും ഐ എം ഗോണ ബ്ലെൻഡ് ഇറ്റ് റിയലി വെൽ ഓൺ മൈ നോസ് റീജിയൻ ആസ് വെൽ. ബിക്കോസ് ഇങ്ങനെ ഒരു ലുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിൻ്റെ ബ്ലഷ് പ്ലേസ്മെൻറ്റിലാണ് ഏറ്റവും വലിയ റോൾ ഇരിക്കുന്നത്. ഫൈനലി ഫോർ ലിപ്സ് ഞാൻ ഈ NYBൻ്റെ 4-in-1 ലിപ്സ്റ്റിക് സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ദിസ് വൺ. അതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ന്യൂഡ് ഷെയ്ഡ്. എനിക്കറിയില്ല, ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് അപ്ലൈയിങ് ന്യൂഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിനൊരു സ്ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു അണ്ടർടോൺ ഉണ്ട് വിച്ച് ഐ റിയലി ലൈക്ക്. ആൻഡ് ഇതിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ് ആൻഡ് വെരി വെരി കംഫർട്ടബിൾ ഓൺ ദ ലിപ്സ്. ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യും. ഇറ്റ്സ് എ ലോങ് വേ ഫോർമുല ആസ് വെൽ. സോ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. ബൈ ദ വേ നമ്മൾ ഈ ട്രാവൽ ഫ്രണ്ട്ലിയുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻ ഇൻ 4 shades in one go. What more do you need? Finally, for that shine on your lips, ഞാൻ ഈ സിംപ്ലി നാമിൻ്റെ മാജിക് ലിപ്പ് ഓയിൽ ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യാണ്. ഇത് നമുക്ക് നമ്മുടെ ലിപ്സിന് നല്ല ഹൈഡ്രേഷൻ തരും. സോ എനിക്ക് എന്ന് വെച്ചാൽ മാറ്റ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടി ലിപ്പ് ഓയിൽസ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് ഗിവ്സ് യുവർ ലിപ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് ഹൈഡ്രേഷൻ. സോ യെസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഐ നോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ലുക്ക്, പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചൂസ് ചെയ്യുന്ന കളേഴ്സ് ആൻഡ് പ്രൊഡക്റ്റ് പ്ലേസ്മെൻറ്റ് ദാറ്റ് ആക്ച്വലി ഡസ് പ്ലേ എ ഹ്യൂജ് role in this kind of a makeup look. So yes, video ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, and please subscribe to my channel. That would mean the world to me. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യഥാശസ്.